എല്ലാവർക്കും എഡ്ജി ഹോമിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ചാപ്റ്ററിലെ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ ബാക്കി ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്താണെന്ന് നോക്കാം. ദ കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ടു ഫോം കോമ്പൗണ്ട് ഈസ് ഗവേൺഡ് ബൈ ദ ഫോളോയിങ് 5 ബേസിക് ലോസ്. അതായത് എലമെൻറ്റ്സിൻ്റെ കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. അപ്പം എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അതിന് 5 ബേസിക് റൂൾസ് ഉണ്ട്. ഏതൊക്കെയാണ് 5 ബേസിക് റൂൾസ് എന്ന് നോക്കാം. ഫസ്റ്റ്, ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ ലോ ഓഫ് ഇൻഡിസ്ട്രക്റ്റിബിലിറ്റി ഓഫ് മാറ്റർ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് ദിസ് ലോ വാസ് പ്രപ്പോസ്ഡ് ബൈ അന്റോണിയോ ലാവോസിയർ. ഇത് ഈ ലോ കൊണ്ടുവന്നത് അന്റോണിയോ ലാവോസിയർ ആണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. വി ക്യാൻ ഓൺലി കൺവേർട്ട് വൺ ഫോം ഓഫ് മാറ്റർ ഇൻ ടു അനദർ ഫോം. എന്താണ് ഈ ലോ പറയുന്നത്? ഈ ലോ കൊണ്ടുവന്നത് അന്റോണിയോ ലാവോസിയർ ആണ്. ഇതിൽ പറയുന്നത് മാറ്ററിനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ സാധിക്കുകയില്ല. പിന്നെ എന്താണ്? വി ക്യാൻ കൺവേർട്ട് ഓൺലി വൺ ഫോം ഓഫ് മാറ്റർ ടു അനദർ ഫോം. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ എന്താണ് റിയാക്റ്റൻറ്റിൻ്റെ ടോട്ടൽ മാസും പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ മാസും ഈക്വൽ ആവണം. ഈ റൂളാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താണ്? മാറ്ററിനെ ക്രിയേറ്റ് ചെയ്യുവാനോ ഡിസ്ട്രോയ് ചെയ്യാനോ സാധിക്കുകയില്ല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻറ്റും ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റും എങ്ങനെയായിരിക്കണം? ഈക്വൽ ആവണം. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെയാവും? ബാലൻസ്ഡ് ആവും. ആ ഇക്വേഷനെയാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് ഈ ലോയുടെ ബേസിസിലാണ്. കാര്യം പിടികിട്ടിയല്ലോ. അപ്പം ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതിനൊരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. വാട്ടറിൻ്റെ ഫോർമേഷൻ 2H2 + O2 gives 2H2O. അതായത് 4 gram of hydrogens combines with 32 gram of oxygen to form 36 gram of water. എങ്ങനെയാണ് 4 gram കിട്ടിയത്? ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ 1 ആണ്. 1-ന് H2 എന്ന് പറയുമ്പം ആ 1 × 2 2H2 അല്ലേ? അപ്പോൾ +2. അങ്ങനെ 4 gram ഓഫ് ഹൈഡ്രജൻ. O2 ഓക്സിജൻ്റെ അറ്റോമിക നമ്പർ 16 ആണ്. അപ്പോൾ O2 എന്ന് പറയുമ്പം 16 × 2 എത്ര വരും? 32 gram എന്ന് കിട്ടും. അപ്പം നമുക്ക് കിട്ടുന്ന വാട്ടറിൻ്റെയോ 2H2O അതും ഇതുപോലെ നമുക്ക് ചെയ്യുമ്പോൾ 36 gram എന്ന് കിട്ടും. അപ്പം നോക്കിക്കേ, റിയാക്റ്റൻറ്റിൻ്റെ ടോട്ടൽ മാസ് 4 + 32 gram 36 ഗ്രാമും പ്രോഡക്റ്റിൻ്റെ 2H2O എത്ര തന്നെ കിട്ടും? 36 എന്ന് കിട്ടും. അപ്പോൾ നോക്കിക്കേ, റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലെ മാസ് ടോട്ടൽ മാസും പ്രോഡക്റ്റിൻ്റെ സൈഡിലെ ടോട്ടൽ മാസും ഈക്വലായി. ഇതാണ് എന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ. ദിസ് ലോ വാസ് പ്രപ്പോസ്ഡ് ബൈ ജോസഫ് പ്രീസ്റ്റ്. അത് കൊണ്ടുവന്നത് ആരാണ്? ജോസഫ് പ്രീസ്റ്റ് ആണ്. അദ്ദേഹം സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ ഗിവൺ കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻ എക്സാക്ട്ലി ദ സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ്. അതായത് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ്. അപ്പം കോമ്പൗണ്ട്സിനകത്ത് എലമെൻറ്റ്സിൻ്റെ വെയ്റ്റിൻ്റെ പ്രപ്പോർഷൻ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഈ ലോയാണ് എന്ത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ the same compound always contain same elements combined in a fixed ratio by mass. അതായത് എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യും, സെയിം എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുന്നത് ഒരു ഫിക്സഡ് റേഷ്യോ ബൈ മാസിലായിരിക്കും. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഒന്നുകൂടെ പറയാം. എന്താണ്? നമ്മുടെ എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പം അതിൻ്റെ എലമെൻറ്റ്സിൻ്റെ പ്രപ്പോർഷൻ സെയിം ആയിരിക്കും, വെയിറ്റ് തമ്മിലുള്ള പ്രപ്പോർഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം എലമെൻറ്റ്സ്
എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത് ഫിക്സഡ് റേഷ്യോ ബൈ മാസിലായിരിക്കും. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ പറയുന്നത്. ഇല്ലസ്ട്രേഷൻ എന്താണ്? കാർബൺ ഡയോക്സൈഡ് ക്യാൻ ബി ഫോംഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ബൈ വേരിയസ് മെത്തേഡ് ലൈക്ക് റെസ്പിറേഷൻ, ബേണിംഗ് ഓഫ് ഫ്യൂവൽസ്, റിയാക്ഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് വിത്ത് ആസിഡ്സ് എക്സെട്ര. അപ്പം കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിൽ വേരിയസ് മെത്തേഡിലാണ്. റെസ്പിറേഷൻ വഴി ഉണ്ടാവാറുണ്ട്, ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോൾ, മെറ്റൽ കാർബണേറ്റ്സിൻ്റെ റിയാക്ഷൻ വഴി, ബൈകാർബണേറ്റ്സും ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ വഴിയൊക്കെ നമുക്ക് കാർബൺ ഡയോക്സൈഡ് ലഭിക്കും. ഓൾ ദീസ് സാമ്പിൾസ് കാർബൺ ഡയോക്സൈഡ് കണ്ടെയ്ൻ ഓൺലി 2 എലമെൻറ്റ്സ്, കാർബൺ ആൻഡ് ഓക്സിജൻ, കമ്പൈൻഡ് ഇൻ എ മാസ് റേഷ്യോ 3:2. അപ്പം ഏത് രീതിയിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായാലും അതിൻ്റെ റേഷ്യോയുടെ മാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:8 ആണ്. ഇതാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷനകത്ത് പറയുന്നത്. ഇനി പറയേണ്ടല്ലോ, അടുത്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഈ ലോ കൊണ്ടുവന്നത് ജോൺ ഡാൾട്ടൺ ആണ്. ഈ ലോ കൊണ്ടുവന്നത് ഇത് പറയുന്നത് എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 2 എലമെൻറ്റ്സ് ആർ കമ്പൈൻഡ് ടു ഫോം if 2 elements can combine to form more than one compound, the different mass of one of the elements that combined with a fixed mass of other element are in small whole number ratio. എന്താ പറയുന്നത്? 2 എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാം. അവിടെ ഓരോ എലമെൻറ്റ്സും കമ്പൈൻ ചെയ്യുമ്പോൾ ആ എലമെൻറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് മാസസ് ഉള്ള എലമെൻറ്റ്സ് ആയിരിക്കും കമ്പൈൻ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ കമ്പൈൻ ചെയ്യുന്നത് ഫിക്സഡ് മാസ് ഓഫ് അതർ എലമെൻറ്റ്, മറ്റൊരു എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പം അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വോൾ നമ്പേഴ്സ് ആയിരിക്കും. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പറയുന്നത്. അപ്പം 2 എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാവാറുണ്ട്. അതിൽ ഡിഫറെൻറ്റ് മാസ് ഓഫ് വൺ എലമെൻറ്റ് എന്ത് ചെയ്യുന്നു? ഫിക്സഡ് മാസ് ഓഫ് അതർ എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുകയും അവ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സ്മോൾ വോൾ നമ്പേഴ്സ് ആയിരിക്കും. ഉദാഹരണം, ഹൈഡ്രജനും കമ്പൈൻ വിത്ത് ഓക്സിജൻ നമുക്ക് എന്ത് ഫോം ചെയ്യും? വാട്ടർ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ പെറോക്സൈഡും ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടും എടുക്കുന്ന എലമെൻറ്റ്സ് സെയിം ആണ്, പക്ഷേ കോമ്പൗണ്ട് ഡിഫറെൻ്റ് അല്ലേ? അത് തന്നെ പറയുന്നത് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാവാം. അതാണ് ആദ്യം ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ചേർന്ന് വാട്ടറും ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ചേർന്ന് ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ടാവാം. അപ്പം ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ 2 ഗ്രാം ഓഫ് ഹൈഡ്രജനും 16 ഗ്രാം ഓഫ് ഓക്സിജനൂടെ ചേർന്ന് 18 ഗ്രാം വാട്ടർ ഉണ്ടാകുന്നു. പിന്നെന്താ, 2 ഗ്രാം ഓഫ് ഹൈഡ്രജനും 32 ഗ്രാം ഓക്സിജനൂടെ ചേർന്ന് 34 ഗ്രാം ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഓക്സിജൻ്റെ മാസ് എന്ന് പറയുന്നത് നോക്കിയേ 16ഉം 32മാണ്. താഴോട്ട് നോക്കിയാൽ മതി, 16, 32. ഇത് കമ്പൈൻ ചെയ്യുന്നത് രണ്ടും 2 ഗ്രാം ഓഫ് ഹൈഡ്രജനുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? 16:32 എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വെട്ടിക്കുറയ്ക്കുമ്പോൾ 1 16 16 2 32. അപ്പം 1:2 എന്ന് പറയുന്ന ഒരു വോൾ നമ്പർ കിട്ടി. ഇത് തന്നെയാണ് പറയുന്നത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ എലമെൻറ്റ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഫിക്സഡ് മാസ് ഓഫ് വോൾ നമ്പേഴ്സ് ആയിരിക്കും അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പറയുന്നത്. മനസ്സിലായോ? അടുത്തതാണ് ഗേ-ലുസാക്ക് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. ഈ ലോ പ്രപ്പോസ് ചെയ്തത് ഗേ-ലുസാക്കാണ്. ഇതിനകത്ത് എന്താണ് പറയുന്നത്? ദിസ് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗേഷ്യസ് പ്രോഡക്റ്റ് ദെയർ വോളിയംസ് ആർ ഇൻ സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഈ ലോ പറയുന്നത് ഗ്യാസസ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഏത് പ്രോഡക്റ്റ് കിട്ടും? ഗേഷ്യസ് പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ ഗ്യാസസ് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഗേഷ്യസ് പ്രോഡക്റ്റ് കിട്ടുമ്പോൾ അതിൻ്റെ വോളിയംസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വോൾ നമ്പേഴ്സ് ആയിരിക്കും. കണ്ടീഷൻ എന്താണ്? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും പ്രഷറുമായിരിക്കും. ഇനിയും H2 കമ്പൈൻസ് വിത്ത് O2. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്ത് വാട്ടർ വേപ്പർ ഉണ്ടാകുന്നു. അതൊരു ഗേഷ്യസ് ഫോമാണ്. അവിടെ അങ്ങനെ വാട്ടർ വേപ്പർ ഉണ്ടാകും. ആ ഇക്വേഷൻ എങ്ങനെയാണ്? 2H2 + O2 = 2H2. അത് ഗേഷ്യസ് ഫോമിലാണ്. ഇവിടെ എന്താണ്? 100 ml ഓഫ് ഹൈഡ്രജൻ കമ്പൈൻഡ് വിത്ത് 50 ml ഓഫ് ഓക്സിജൻ വി ഗെറ്റ് 100 ml ഓഫ് വാട്ടർ വേപ്പർ. 100 ml ഹൈഡ്രജനും 15 ml ഓക്സിജനൂടെ കമ്പൈൻ ചെയ്ത് 100 ml ഓഫ് വാട്ടർ വേപ്പർ ഉണ്ടാകുന്നു.
അവിടുത്തെ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും വോളിയം തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ആ റേഷ്യോ എന്ന് പറയുന്നത് 2:1. അതെങ്ങനെ കിട്ടി? ഹൈഡ്രജൻ 100 എന്താണ് ഓക്സിജൻ 50. അപ്പോൾ നമുക്ക് 1 വെച്ച് 50നെ വെട്ടുമ്പോൾ ഒരു 50 2s are എന്താ 100. അപ്പോൾ എങ്ങനെ കിട്ടും? 1:2 2:1. 100:50 എന്ന് എഴുതുമ്പോൾ വെട്ടിക്കുറയ്ക്കുമ്പോൾ 2:1 എന്ന് കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഗേ-ലുസാക്ക് ലോ പറയുന്നത്. വോളിയം തമ്മിലുള്ള റേഷ്യോ വോൾ നമ്പേഴ്സ് ആയിരിക്കും. അടുത്തതാണ് അവഗാഡ്രോ ലോ എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അവഗാഡ്രോ ലോ പറയുന്നത്? ഇത് കൊണ്ടുവന്നത് അവഗാഡ്രോ എന്ന സയൻറ്റിസ്റ്റാണ്. സ്റ്റേറ്റഡ് ദാറ്റ് ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഓർ മോളിക്യൂൾസ്. അതായത് നമുക്ക് എന്താണ് ഗ്യാസസ് കമ്പൈൻ ചെയ്യുന്നത് ഈക്വൽ വോളിയത്തിലാണ്. ഈക്വൽ വോളിയമുള്ള ഗ്യാസസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത് കണ്ടീഷൻ എന്താ? സെയിം ടെമ്പറേച്ചറും പ്രഷറിലുമാണ്. പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്താ? ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഓർ മോളിക്യൂൾസ്. അതാണ് പ്രധാനം. അവിടെയുള്ള നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ്? ഈക്വൽ ആണ്. അതാണ് അവഗാഡ്രോ ലോ പറയുന്നത്. അവഗാഡ്രോ ലോ പറയുന്നത് ഈക്വൽ വോളിയമുള്ള ഗ്യാസസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ കമ്പൈൻ ചെയ്യുന്നത് സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ആയിരിക്കും. അവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് അവഗാഡ്രോ ലോ പറയുന്നത്. ഇപ്പം 10 ലിറ്റർ ഓഫ് NH3 N2 O2 CO2 ഇതെല്ലാം സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും കൊടുക്കുകയാണ്. ഈ എല്ലാ എലമെൻസിനകത്തും എല്ലാത്തിനകത്തും കാണുന്ന നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് അവഗാഡ്രോ ലോ പറയുന്നത്. അവഗാഡ്രോ ലോ പറയുന്നത് എന്താണ്? ഈക്വൽ വോളിയമുള്ള ഗ്യാസസ് സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും എടുക്കുകയാണെങ്കിൽ അതിൽ കാണുന്ന നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് അവഗാഡ്രോ ലോ പറയുന്നത്. ഇനി അടുത്തതാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഡാൾട്ടൺ അറ്റോമിക് തിയറി എന്താ പറയുന്നത്? ദ ടേം ആറ്റം വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ ഫ്രം ദ ഗ്രീക്ക് വേർഡ് ആൻറ്റോമിയോ മീൻസ് എന്താണ്? ഇൻഡിവിസിബിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം എന്ന പദം ആദ്യമേ ഉപയോഗിച്ചത്. അദ്ദേഹം കൊണ്ടുവന്ന തിയറി ഫസ്റ്റ് അറ്റോമിക് തിയറിയാണ് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി. അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ്ലേറ്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. എന്താണ് ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ്ലേറ്റ്സ്? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾ ആറ്റം. അദ്ദേഹം ആറ്റം എന്ന ടേം കൊണ്ടുവന്നു. ആറ്റം എന്താണ് എന്നുള്ളൊരു ഡെഫിനിഷൻ ആര് കൊണ്ടുവന്നു? ജോൺ ഡാൾട്ടൺ കൊണ്ടുവന്നു. അതായത് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ. മാറ്റർ നിർമ്മിച്ചിരിക്കുന്ന മൈന്യൂട്ടായിട്ടും ഇൻഡിവിസിബിൾ വിഭജിക്കാൻ പറ്റാത്തതുമായ പാർട്ടിക്കിളിനെയാണ് ആറ്റം എന്ന് പറയുന്നത്. അപ്പം ആറ്റം എന്താണെന്ന് ആദ്യം പറഞ്ഞു. അടുത്തത് എന്താ പറയുന്നത്? ആറ്റം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്. ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. അതാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞത്. അപ്പം ആറ്റം എന്താണ്? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ ഈസ് കോൾഡ് ആറ്റം. ആറ്റം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അടുത്തത് ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ്സ് ആർ ഐഡൻറ്റിക്കൽ ഇൻ ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. അടുത്ത പറഞ്ഞതിൻ്റെ പ്രത്യേകതയാണ് എന്താണ്? ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ്സ്, അതായത് ഒരു സെയിം എലമെൻറ്റ്സിനകത്തുള്ള ആറ്റംസ് എങ്ങനെയാണ്? ഐഡൻറ്റിക്കൽ ആണ് ഇൻ ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. മാസിലും അതിൻ്റെ പ്രോപ്പർട്ടിയിലും ഒരു ആറ്റം എടുത്താൽ അതിനകത്തുള്ള എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും? അതിൻ്റെ പ്രോപ്പർട്ടീസും മാസും എല്ലാം സെയിം ആയിരിക്കും. വൈൽ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ്. ഇപ്പോൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിനകത്തുള്ള ആറ്റംസിന് എന്തായിരിക്കും? ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി മാസുമായിരിക്കും. പക്ഷേ സെയിം എലമെൻസിൻ്റെ ആറ്റത്തിൻ്റെ സെയിം എലമെൻറ്റ്സ് തമ്മിൽ എങ്ങനെയായിരിക്കും? ഐഡൻറ്റിക്കൽ ആയിരിക്കും അതിൻ്റെ മാസും പ്രോപ്പർട്ടിയും. പിന്നെന്താ പറഞ്ഞത്? ആറ്റം കമ്പൈൻഡ് ടു ഫോം കോമ്പൗണ്ട്സ് ആർ കോൾഡ് മോളിക്യൂൾ. ആറ്റം കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ആറ്റം ഉണ്ടായാൽ അതിനെയും പറയും മോളിക്യൂൾ എന്ന് പറയും. അതാണ് നാലാമത്തെ പോയിന്റ് പറഞ്ഞത്. അഞ്ചെന്താ? വെൻ ആറ്റംസ് കമ്പൈൻ ദേ ഡു സോ ഇൻ ഫിക്സഡ് റേഷ്യോ ബൈ മാസ്. ആറ്റം കമ്പൈൻ ചെയ്യുന്നത് വെറുതെ അല്ല, ഒരു മാസിൻ്റെ ഫിക്സഡ് റേഷ്യോയിലായിരിക്കും കമ്പൈൻ ചെയ്യുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞ എന്താണ്? ആറ്റം എന്താണെന്ന് പറഞ്ഞു. ആറ്റം എന്താണ്? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ. മാറ്റർ നിർമ്മിച്ചിരിക്കുന്ന മൈന്യൂട്ടായിട്ടും ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിളിനെ ആറ്റം എന്ന് പറയുന്നു. ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. പിന്നെന്താണ്? അതിൻ്റെ സെയിം എലമെൻറ്റ്സ് ആറ്റത്തിൻ്റെ സെയിം എലമെൻറ്റ്സ് തമ്മിൽ പ്രോപ്പർട്ടീസും മാസും ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഡിഫറെൻറ്റ് ആറ്റംസിനകത്ത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. ആറ്റം കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ആറ്റം ഉണ്ടാകുന്നു, അതിനെ മോളിക്യൂൾ എന്ന് പറയുന്നു. ആറ്റം കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫിക്സഡ് മാസ് ഇതായിരിക്കും. പിന്നെന്താണ്?
ഇത്രയാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് പറയാൻ പറ്റാഞ്ഞത് എന്താണ്, ഇതിനകത്ത് കെമിക്കൽ കോമ്പിനേഷൻസിനെ ലോ എന്നും ഡാൾട്ടൺ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, പക്ഷേ അദ്ദേഹം കെമിക്കൽ കോമ്പിനേഷൻസ് ലോയുടെ കാര്യം, ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അടുത്തതാണ് ആറ്റം ആൻഡ് മോളിക്യൂൾ. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എലമെൻസിനകത്തുള്ള ഏറ്റവും സ്മാളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് ആറ്റം എന്ന് പറയുന്നത്. അപ്പം ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റിനകത്തുള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെ ആറ്റം എന്ന് പറയുന്നു. മോളിക്യൂൾസ് ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പം എലമെൻസിനകത്തുള്ള സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെ ആറ്റം എന്ന് പറയുന്നു. സബ്സ്റ്റൻസിനകത്തുള്ള സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെ മോളിക്യൂൾ എന്ന് പറയുന്നു. ഡിഫറൻസ് മനസ്സിലായല്ലോ. എ മോളിക്യൂൾ ഹാസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ്. അതായത് ഒരു മോളിക്യൂളിന് ആ എല്ലാ സബ്സ്റ്റൻസിൻ്റെയും പ്രോപ്പർട്ടീസ് ഉൾക്കൊള്ളുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പം മോളിക്യൂളിനകത്ത് പ്രത്യേകത ഓൾ പ്രോപ്പർട്ടീസ് ഓഫ് ആ സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും ആ മോളിക്യൂള് കാണിക്കുന്നു. ഇനി ടൈപ്സ് ഓഫ് മോളിക്യൂൾസ്. ഇനി ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ടൈപ്സ് ഓഫ് ആറ്റം ദർ ആർ 2 ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. അപ്പം ആറ്റത്തെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മോളിക്യൂളിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹോമോന്യൂക്ലിയർ മോളിക്യൂൾ ആൻഡ് ഹെട്രോന്യൂക്ലിയർ മോളിക്യൂൾ. എങ്ങനെയാണ്? ഹോമോന്യൂക്ലിയർ മോളിക്യൂൾ ആൻഡ് ഹെട്രോന്യൂക്ലിയർ മോളിക്യൂൾ. ഹോമോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം എന്നുള്ളതാണ്. എ മോളിക്യൂൾ കണ്ടെയ്നിങ് ഓൺലി 1 ടൈപ്പ് ഓഫ് ആറ്റം. ഒരു ടൈപ്പ് ഓഫ് ആറ്റം മാത്രമേ ഉള്ളൂ ആ മോളിക്യൂളിലെങ്കിൽ അതിനെ ഹോമോന്യൂക്ലിയർ മോളിക്യൂൾ എന്ന് പറയുന്നു. എക്സാമ്പിൾ H2, O2, N2, O3. ഇതിനകത്തെല്ലാം എന്താണ്? സെയിം ടൈപ്പ് ഓഫ് ആണ്. ഒറ്റ ടൈപ്പ് ആറ്റമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ എന്ത് പറയും? ഹോമോന്യൂക്ലിയർ മോളിക്യൂൾ എന്ന് പറയും. ഇനി എന്താണ് ഹെട്രോന്യൂക്ലിയർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ? ഹെട്രോന്യൂക്ലിയർ എന്ന് വെച്ചാൽ ഡിഫറൻ്റ് ആണ്. ഉദാഹരണം CO2, അതിൽ കാർബണും ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഡിഫറൻ്റ് ആറ്റം ഉണ്ട്. H2 ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. C6H12O6 ഗ്ലൂക്കോസ്, അതിനകത്ത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അമോണിയക്കകത്ത് നൈട്രജനും ഹൈഡ്രജനും ഉണ്ട്. അതെന്താണ്? ഹെട്രോന്യൂക്ലിയർ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് അതിനെ ഹെട്രോന്യൂക്ലിയർ മോളിക്യൂൾ എന്ന് പറയുന്നു. ഇനി ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആറ്റം ദർ ആർ 3 ടൈപ്സ് ഓഫ് മോളിക്യൂൾ. ഇനി നമ്പർ ഓഫ് ആറ്റംസെ ബിറ്റ്, മറ്റേത് സെയിം ടൈപ്പ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇനി നമ്പർ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്പർ ഒന്നേ ഉള്ളൂ എങ്കിൽ, ഒറ്റ ആറ്റമേ ഉള്ളൂ, ഓൺലി 1 ആറ്റമേ ഉള്ളൂ എങ്കിൽ അതിനെ മോണോ അറ്റോമിക് എന്നും, 2 ആറ്റം ഉണ്ടെങ്കിൽ അതിനെ ഡയറ്റോമിക് എന്നും, 2ൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ പോളി അറ്റോമിക് എന്നും പറയും. അപ്പോൾ മോണോ അറ്റോമിക്കിനകത്ത് എന്താ? എല്ലാ മെറ്റൽസ്, അതായത് നോബിൾ ഗ്യാസസ് ലൈക്ക് ഹീലിയം, നിയോൺ, ആർഗൺ, ഇതിനകത്തെല്ലാം 1 ടൈപ്പ് ഓഫ് ഒറ്റ ആറ്റമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതെന്താണ്? മോണോ അറ്റോമിക് ആണ്. ഇപ്പം H2, O2, N2, ഹാലജൻസ് ഇതെല്ലാം ഡയറ്റോമിക് ആണ്. പോളി അറ്റോമിക് എന്ന് പറയുമ്പോൾ 2ൽ കൂടുതലാണ്. ഓസോൺ, ഫോസ്ഫറസ്, സൾഫർ ഇതെല്ലാം എന്താണ്? പോളി അറ്റോമിക് മോളിക്യൂളാണ്. അപ്പം മോണോ അറ്റോമിക്കും ഡയറ്റോമിക്കും പോളി അറ്റോമിക്കും എങ്ങനെയാണ് ബേസ് ചെയ്തത്? നമ്പർ ഓഫ് ആറ്റത്തെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പം ഹോമോന്യൂക്ലിയറും ഹെട്രോന്യൂക്ലിയറും പറഞ്ഞു. പിന്നെ മോണോ അറ്റോമിക്, ഡയറ്റോമിക്, പോളി അറ്റോമിക്, ഇത്രയാണ് ടൈപ്സ്. ഇനി അറ്റോമിക് മാസ്. എന്താണ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ? അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെൻറ്റ്സ് ഈസ് ദ നമ്പർ ദാറ്റ് എക്സ്പ്രസ് ഹൗ മെനി ടൈംസ് ദ മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് ദ എലമെൻറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1/12 ദ മാസ് ഓഫ് കാർബൺ ആറ്റം. വായിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിട്ട് ചോദിക്കും. ഒന്നുമില്ല. അറ്റോമിക ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു നമ്പറാണ്. എങ്ങനെ നമ്പറാണ്? അതായത് കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 എത്ര ടൈംസ് ഗ്രേറ്റർ ആണോ അതാണ് അതിൻ്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത്. ഹൗ മെനി ടൈംസ് ദ മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് ദി എലമെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. അപ്പം കാർബൺ 12ൻ്റെ 1/12 മാസിനേക്കാൾ എത്ര ഗ്രേറ്റർ ആണ്, എത്ര ടൈം ഗ്രേറ്റർ ആണോ ആ നമ്പറാണ് എന്തെന്ന് പറയുന്നത്? അറ്റോമിക മാസ്സായിട്ട് ആ എലമെൻറ്റിനെ പറയുന്നത്. മനസ്സിലായോ? എക്സാമ്പിൾ നോക്കിയേ. അറ്റോമിക മാസ് ഓഫ് നൈട്രജൻ ഈസ് 14. അതെന്താ പറയുന്നത്? വിച്ച് മീൻസ് ദാറ്റ് മാസ് ഓഫ് 1 നൈട്രജൻ ഈസ് 14 ടൈംസ് ഗ്രേറ്റർ ദാൻ 1/12 മാസ് ഓഫ് കാർബൺ 12. അതായത് ഇപ്പോൾ അറ്റോമിക മാസ് നൈട്രജൻ്റെ 14 ആണെന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 ടൈംസിനേക്കാൾ 4 ടൈംസ് ഗ്രേറ്റർ ആണ്. അതാണ് അറ്റോമിക മാസ് ഓഫ് നൈട്രജൻ 14 എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ? കാർബൺ 12ൻ്റെ 1/12 മാസിനേക്കാൾ എത്ര ടൈംസ് ഗ്രേറ്റർ ആണ്? എത്ര ടൈംസാണ്? 14 ടൈംസ് ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് അതിൻ്റെ അറ്റോമിക മാസ് എത്രയാണ്? നൈട്രജൻ്റെ 14. ഇനി അടുത്തതാണ് അറ്റോമിക മാസ് യൂണിറ്റ് AMU.
AMU എന്ന് പറഞ്ഞാൽ എന്താ 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം, അതിനെയാണ് അറ്റോമിക മാസ് യൂണിറ്റ് അഥവാ AMU എന്ന് പറയുന്നത്. അതായത് കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 മാസിനെയാണ് നമ്മൾ അറ്റോമിക മാസ് യൂണിറ്റ് AMU എന്ന് പറയുന്നത്. 1 AMU എന്ന് പറഞ്ഞാൽ 1/12 ഇൻറ്റു മാസ് ഓഫ് കാർബൺ 12 ആറ്റം, അതായത് വാല്യൂ 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം. കിലോഗ്രാമിലാകുമ്പോഴോ 1.66 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. ഇപ്പോൾ AMU ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ U വിച്ച് ഇസ് നോൺ ആസ് യൂണിഫൈഡ് മാസ്. അപ്പോൾ AMUവിനെ നമ്മൾ യൂണിഫൈഡ് മാസാക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതാണ് അറ്റോമിക മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ആവറേജ് അറ്റോമിക് മാസ്? എന്താണ് ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ ദ എലമെൻറ്റ്സ് ഹാവ് ഐസോട്ടോപ്പ്. എല്ലാ എലമെൻറ്റ്സിനും എന്തുണ്ട്? ഐസോട്ടോപ്പുകളുണ്ട്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ആവറേജ് അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെൻറ്റ് ബൈ കൺസിഡറിങ് ദി അറ്റോമിക മാസ് ഓഫ് ഐസോട്ടോപ്പ് ആൻഡ് റിലേറ്റീവ് എലമെൻറ്റ്. ഇപ്പം നമുക്ക് ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ എലമെൻറ്റ്സിനും ഐസോട്ടോപ്പ് ഉണ്ട്. അപ്പം ആ എലമെൻറ്റ്സിൻ്റെ ഐസോട്ടോപ്പിൻ്റെ അറ്റോമിക മാസും അത് എത്രമാത്രമുണ്ട് അതിൻ്റെ റിലേറ്റീവ് അബണ്ടൻസിൻ്റെയും കൂടെ ആവറേജ് എടുക്കുക. അതാണ് ആവറേജ് അറ്റോമിക് മാസ്. ആ വേർഡിൽ തന്നെയുണ്ട്. എന്താണ്? ആ എലമെൻറ്റിൻ്റെ ഐസോട്ടോപ്പിൻ്റെ അറ്റോമിക മാസ് എന്നിട്ട് അതിൻ്റെ റിലേറ്റീവ് അബണ്ടൻസ് അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആവറേജ് എടുക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ മതി. അതായത് ക്ലോറിൻ 35 and 37 രണ്ട് ഐസോട്ടോപ്പ് ഉണ്ട്. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:1 റേഷ്യോയിലാണ്. അങ്ങനെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആവറേജ് അറ്റോമിക് മാസ് കാണാൻ ആദ്യം ക്ലോറിൻ 35ൻ്റെ റേഷ്യോ 3. അപ്പോൾ 3 × 35 പ്ലസ് ക്ലോറിൻ്റെ 1 ആണ്. അപ്പം ക്ലോറിൻ 37 എത്രയാണ്? 1. അപ്പം 1 × 37 അവർ തമ്മിൽ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആവറേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ കൊണ്ട് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ 3:1 അല്ലേ? അപ്പോൾ അതിൻ്റെ ടോട്ടൽ എങ്ങനെയാണ്? 3 + 1 4. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 35.5. അതാണ് ക്ലോറിൻ്റെ അറ്റോമിക മാസ് 35.5. ഇപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആ ക്ലോറിൻ്റെ എത്ര ഐസോട്ടോപ്പ് ഉണ്ടോ ആ ഐസോട്ടോപ്പിൻ്റെ അറ്റോമിക നമ്പറും അതിൻ്റെ റിലേറ്റീവ് അബണ്ടൻസിലൂടെ എടുക്കുന്നു. എന്നിട്ട് അവ തമ്മിലുള്ള ആവറേജ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് അറ്റോമിക മാസ് കിട്ടും. ക്ലിയർ ആയല്ലോ? അടുത്തതാണ് മോളിക്കുലർ മാസ്. എന്താണ് മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ? മോളിക്കുലർ മാസ് ഈസ് ദ സം ഓഫ് അറ്റോമിക് മാസ് ഓഫ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിനകത്ത് എത്ര അറ്റോമിക മാസ് ഉണ്ടോ എലമെൻറ്റ്സിൻ്റെ അതിൻ്റെ സമ്മാണ് മോളിക്കുലർ മാസ്. മനസ്സിലായോ? സം ഓഫ് അറ്റോമിക് മാസ് ഓഫ് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിൻ്റെ അറ്റോമിക മാസിൻ്റെ സമ്മാണ് എന്ത്? മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ബൈ മൾട്ടിപ്ലൈയിങ് ദ അറ്റോമിക് മാസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ബൈ ദ നമ്പർ ഓഫ് ഇറ്റ്സ് ആറ്റം ആൻഡ് ആഡിങ് ദം ടുഗദർ. അപ്പോൾ നമുക്ക് മോളിക്കുലർ മാസ് കാണണമെങ്കിൽ എന്ത് വേണം? അറ്റോമിക മാസ് ഓരോന്നിൻ്റെയും എടുക്കുക. എന്നിട്ട് അതിൻ്റെ നമ്പർ ഓഫ് ആറ്റം കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഉദാഹരണം H2SO4 സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ നമ്പർ എത്രയാണ്? ഇവിടെ H2 ആണ്. അപ്പോൾ 2 × അതിൻ്റെ അറ്റോമിക നമ്പർ 1 പ്ലസ് സൾഫറിൻ്റെ അറ്റോമിക് മാസ് 32. അതിന് നമ്പർ അവിടെ ഒന്നുമില്ല, 1 അല്ലേ? അതിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ 1 തന്നെ കിട്ടുന്നത്. അതുകൊണ്ട് അത് എടുക്കണ്ട. 32 പ്ലസ് ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 4. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 16. ഇവയെല്ലാം കൂടെ കൂട്ടുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 98U എന്ന് കിട്ടും. അതാണ് അതിൻ്റെ മോളിക്കുലർ മാസ്. എന്താണ്? അറ്റോമിക മാസിൻ്റെ എല്ലാം കൂടെ സമ്മും അതിൻ്റെ നമ്പർ അതായത് അറ്റോമിക മാസിൻ്റെ നമ്പറിനെ അതിൻ്റെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കുമ്പോൾ മോളിക്കുലർ മാസ് കിട്ടും. ക്ലിയർ ആയോ? അടുത്തതാണ് ഫോർമുല മാസ്. എന്താണ് ഫോർമുല മാസ്? ഇൻ കേസ് ഓഫ് അയണിക് കോമ്പൗണ്ട്സ്, അതായത് സോഡിയം ക്ലോറൈഡ് അയണിക് കോമ്പൗണ്ടാണ്, ദർ ഇസ് നോ ഡിസ്ക്രീറ്റ് മോളിക്യൂൾ. അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹിയർ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് അറേഞ്ച്ഡ് ഇൻ എ 3-dimensional സ്ട്രക്ചർ. പോസിറ്റീവും നെഗറ്റീവും അയോൺസും ഒരു 3-dimensional സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്യും. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ഓൺലി ദ ഫോർമുല മാസ് ബൈ ടേക്കിംഗ് മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. നമുക്കതിൻ്റെ ഫോർമുല മാസ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല നമുക്ക് എന്ത് ചെയ്യാൻ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കതിൻ്റെ ഫോർമുല മാസ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഫോർമുല മാസ്. മനസ്സിലായല്ലോ? ഫോർമുല മാസും മോളിക്കുലർ മാസും. ഇനി അടുത്തതാണ് മോൾ കൺസെപ്റ്റ്. എന്താണ് മോൾ കൺസെപ്റ്റ്? മോൾ എന്ന് പറഞ്ഞാൽ ഇസ് ദ യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിനകത്തുള്ള എമൗണ്ടിൻ്റെ യൂണിറ്റിനെയാണ് മോൾ എന്ന് പറയുന്നത്. അപ്പോൾ മോൾ എന്താണ്? ഒരു സബ്സ്റ്റൻസിനകത്തുള്ള എമൗണ്ടിൻ്റെ യൂണിറ്റിനെയാണ്.
It is defined as the amount of substance that contain as many particles as there are atom in exactly 12 gram of carbon isotope. അപ്പം ഒരു മോൾ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഇറ്റ്സ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ മെനി പാർട്ടിക്കിൾസ് ആസ് ആറ്റം എക്സാക്ട്ലി 12 ഗ്രാം. അപ്പം ഒരു സബ്സ്റ്റൻസിനകത്ത് എന്താണ് ഒരുപാട് പാർട്ടിക്കിൾസ് കാണും. ഈ പാർട്ടിക്കിൾസ് എല്ലാം എങ്ങനെയാണ് കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 12th ഗ്രാമിന് എന്താണ് എക്സാക്ട്ലി ആയിട്ടുള്ള ആറ്റംസ് ആയിരിക്കും. പിടികിട്ടിയോ? അപ്പം മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സബ്സ്റ്റൻസിൻ്റെ എമൗണ്ടിൻ്റെ യൂണിറ്റ് ആണ്. ഇത് എങ്ങനെ കണ്ടുപിടിക്കും? ഇസ് ഡിഫൈൻ ആസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ മെനി പാർട്ടിക്കിൾസ് ആസ് ദെർ ആർ ആറ്റം ഇൻ എക്സാക്ട്ലി 12th ഗ്രാം ഓഫ് കാർബൺ 12. അപ്പം കാർബൺ 12 ഐസോട്ടോപ്പിനകത്ത് 12th ഗ്രാം ഓഫ് ആറ്റത്തിന് എന്തായിരിക്കും ഈക്വലായിട്ടുള്ള എന്താണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അതിനകത്ത് കാണും. അതാണ് എന്ത് മോൾ എന്ന് പറയുന്നത്. അപ്പോൾ 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്ൻ, ഒരു മോൾ സബ്സ്റ്റൻസ് ഏതിനകത്താണെങ്കിലും ഒരു മോൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് 6.022 × 10⁻23 ആറ്റം ആയിരിക്കും. ദിസ് നമ്പറിനെയാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അവഗാഡ്രോ നമ്പർ ഏതാണ്? 6.022 × 10⁻23. അപ്പോൾ 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം എത്രയാണ്? 6.022 × 10⁻23 ആറ്റം. 1 മോൾ ഓഫ് വാട്ടർ മോളിക്യൂൾ ആണെങ്കിലോ 6.02. അപ്പോൾ ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും 1 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.022 × 10⁻23 ആണ്. അതാണ് മോൾ കൺസെപ്റ്റിനകത്ത് പറയുന്ന അവഗാഡ്രോ നമ്പർ. അടുത്തതാണ് മോളാർ മാസ്. എന്താണ് മോളാർ മാസ് എന്ന് പറഞ്ഞാൽ? ദ മാസ് ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ എ ഗ്രാം ആൻഡ് ഇറ്റ്സ് മോളാർ മാസ്. അതാണ് മോളാർ മാസ്. എന്താണ്? 1 ഗ്രാം സബ്സ്റ്റൻസിനകത്ത് അല്ലെങ്കിൽ ഗ്രാമിലുള്ള സബ്സ്റ്റൻസ് മാസ് ഓഫ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ ഗ്രാം, അതായത് ഗ്രാമിലുള്ള 1 മോൾ സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് മോളാർ മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ദ മോളാർ മാസ് ഇൻ ഗ്രാം ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഇൻ യു. അതായത് ഗ്രാമിലുള്ള മോളാർ മാസ് എന്ന് പറയുന്നത് യൂണിഫൈഡ് മാസിലുള്ള മോളിക്കുലാർ മാസിന് ഈക്വലാണ്. അപ്പം മോളാർ മാസ് ഓഫ് ഓക്സിജൻ 32 ഗ്രാം, മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ 2 ഗ്രാം. അപ്പം മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഗ്രാമിലുള്ള 1 മോൾ സബ്സ്റ്റൻസിൻ്റെ മാസ്, അതാണ് മോളാർ മാസ്. മനസ്സിലായോ? അതെന്ന് പറയുന്നത് ഇപ്പോൾ യൂണിഫൈഡ് മാസിലുള്ള മോളിക്കുലാർ മാസിന് ന്യൂമറിക്കലി ഈക്വലാണ് ഈ പറഞ്ഞ മോളാർ മാസ്, ഗ്രാമിലുള്ള മാസ് എന്ന് പറയുന്നത്. അതാണ് മോളാർ മാസ്. ക്ലിയർ ആയല്ലോ? മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമിലുള്ള എന്താണ് 1 മോൾ സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. ഇനി മോളാർ വോളിയം എന്താണ്? ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ്. 1 മോൾ ഓഫ് ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും 1 മോളായിട്ടുള്ള ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും വോളിയത്തിനെയാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്നത്. അതിന് കണ്ടീഷൻസ് ഉണ്ട്. അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് എനി ഗ്യാസ്, മോളാർ വോളിയം ഓഫ് എനി ഗ്യാസ് ഇസ് 22.4 ലിറ്റർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള ഏതൊരു എന്താണ് മോളാർ ഗ്യാസിൻ്റെയും ഏതൊരു ഗ്യാസിൻ്റെയും മോളാർ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. അത് മില്ലി ലിറ്ററിലും പറഞ്ഞിട്ടുണ്ട്. 22.4 ലിറ്റർ ഓഫ് എനി ഗ്യാസ് at STP contain 1 mole of the gas or 6.022 × 10⁻23 molecule of gas and its molar mass and is equal to മോളാർ മാസ്. എന്താണ്? 22.4 ലിറ്ററുള്ള ഏതൊരു ഗ്യാസും അതിൻ്റെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണെങ്കിൽ അതിനകത്ത് എന്ത് കാണും? 1 മോൾ ഓഫ് ഗ്യാസ് കാണും. അല്ലെങ്കിൽ 6.022 × 10⁻23 മോളിക്യൂൾസ് ആ ഗ്യാസിൽ കാണപ്പെടും. അതുപോലെ തന്നെ അതിൻ്റെ മാസിന് എന്തിന് ഈക്വലാണ്? മോളാർ മാസിന് ഈക്വലുമാണ്. ഇതാണ് മോളാർ വോളിയം. എന്താണ്? 1 മോളുള്ള ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും വോളിയത്തെയാണ് എന്ത് പറയുന്നത്? മോളാർ വോളിയം എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോളാർ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്ററാണ്. ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള ഗ്യാസിൻ്റെ 22.4 ലിറ്റർ ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര മോൾസ് കാണും? 6.022 × 10⁻23 മോളിക്യൂൾ കാണും ആ ഗ്യാസിന്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? മോളാർ മാസിന് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ 22.4 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മോൾ H2 ആണ്. അതിനെ നമുക്ക് എങ്ങനെ പറയാം? ഈക്വൽ ടു 6.022 × 10⁻23 മോളിക്യൂൾ ഹൈഡ്രജൻ എന്ന് പറയാം. അതിനെ പിന്നെയും എങ്ങനെ പറയാം? അത് ഈക്വൽ ടു 2 ഗ്രാം ഓഫ് ഹൈഡ്രജൻ, 2 ഗ്രാം ഓഫ് H2 എന്ന് പറയാൻ പറ്റും. മനസ്സിലായി?
അടുത്തതാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. എന്താണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് എ പെർസെൻറ്റേജ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ 100 gram ഓഫ് സബ്സ്റ്റൻസ്. 100 gram സബ്സ്റ്റൻസിനകത്തുള്ള ഓരോ എലമെൻസിൻ്റെയും പെർസെൻറ്റേജിനെയാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 100 gram ഉള്ള സബ്സ്റ്റൻസിനകത്തുള്ള ഓരോ എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജിനെയാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ അല്ലെങ്കിൽ മാസ് പെർസെൻറ്റ് എന്ന് പറയും. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട് ഇൻറ്റു 100 ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട്. അതായത് ആ കോമ്പൗണ്ടിനകത്തുള്ള എലമെൻറ്റിൻ്റെ മാസിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം മോളാർ മാസ് ആ കോമ്പൗണ്ടിനെ കണ്ടുപിടിച്ചിട്ട് ആ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് ഓഫ് കോമ്പോസിഷൻ എന്ന് കിട്ടും. ഇറ്റ്സ് ഹെൽപ്ഫുൾ ഇൻ ചെക്കിംഗ് ദ പ്യൂരിറ്റി ഓഫ് എ ഗിവൺ സാമ്പിൾ. നമുക്ക് ഒരു സാമ്പിളിൻ്റെ പ്യൂരിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഈ പെർസെൻറ്റേജ് കോമ്പോസിഷൻ സഹായിക്കും. ഓൾസോ നോയിങ് ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ വി ക്യാൻ കാൽക്കുലേറ്റ് ദ എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്. നമുക്ക് പെർസെൻറ്റേജ് ഓഫ് കോമ്പോസിഷൻ അറിയാമെന്നുണ്ടെങ്കിൽ എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല ഒരു കോമ്പൗണ്ടിന് കണ്ടുപിടിക്കാനായിട്ടും എളുപ്പമാണ്. അതുപോലെ തന്നെ സാമ്പിളിൻ്റെ പ്യൂരിറ്റി കണ്ടുപിടിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയല്ലോ? അടുത്തതാണ് എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല. എന്താണ് എംപിരിക്കൽ ഫോർമുല? എംപിരിക്കൽ ഫോർമുല ഈസ് എ സിംപ്ലസ്റ്റ് ഫോർമുല വിച്ച് ഗീവ്സ് ഓൺലി ദ റേഷ്യോ ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ കോമ്പൗണ്ട്. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലസ്റ്റ് ഫോർമുലയാണ്. അത് നമുക്ക് എന്താണ്, ഒരു കോമ്പൗണ്ടിനകത്തുള്ള ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ റേഷ്യോസ് നമുക്ക് തരുന്നതാണ്. അതാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഒരു സിംപ്ലസ്റ്റ് ഫോർമുലയാണ്. ആ കോമ്പൗണ്ടിനകത്തുള്ള എലമെൻസിന് തമ്മിൽ കമ്പൈൻ ചെയ്തിരിക്കുന്ന റേഷ്യോസ് ആണ് നമുക്ക് എംപിരിക്കൽ ഫോർമുല വഴി തരുന്നത്. But molecular formula is the actual formula that gives the exact number of different elements present in the sample. ആ സാമ്പിളിൽ എത്ര ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉണ്ടോ അതിൻ്റെ നമ്പറാണ് നമുക്ക് മോളിക്കുലർ ഫോർമുലയായിട്ട് തരുന്നത്. മറ്റേതെന്താണ്? എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിരിക്കുന്ന റേഷ്യോ ആണ്. ഉദാഹരണം നോക്കിയാൽ മതി. എംപിരിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് CH2O. കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അതായത് ആ കാർബണും ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിരിക്കുന്ന റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് മോളിക്കുലർ ഫോർമുല എങ്ങനെയാണ്? C6H12O6 എന്നുള്ളതാണ്. അപ്പം ഇത് വെട്ടിക്കുറയ്ക്കും. ഇപ്പം ഇത് ഡയറക്റ്റ് എത്ര എണ്ണം ഉണ്ട് ആ നമ്പർ കൊടുക്കുന്നു. അതാണ് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമ്മൾ എന്താണ്, റേഷ്യോസിനെ നമ്മൾ റേഷ്യോ ആക്കും. ഇപ്പം C6H12O6. അപ്പം നമ്മൾ വെട്ടുമ്പം 1 കാർബൺ 1, പിന്നെ 2 12. അപ്പം എങ്ങനെ കിട്ടും? H2 എന്ന് കിട്ടും. ഓക്സിജൻ 6 അപ്പോൾ 1 അപ്പോൾ ഓക്സിജൻ 1. അങ്ങനെയാണ് നമുക്ക് എന്ത് മോളിക്കുലർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും കിട്ടുന്നത്. ബൈ നോയിങ് ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ വി കാൽക്കുലേറ്റ് എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. Next, stoichiometric and stoichiometric calculation. The word stoichiometry is derived from two Greek words, stoikon and metron. Stoikon എന്ന് പറഞ്ഞാൽ എന്താ? എലമെൻ്റ് ആണ് മീനിങ്. മെട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർ എന്നുള്ളതാണ് മീനിങ്. അപ്പം ദ സ്റ്റോയിക്യോമെട്രി ഡീൽസ് വിത്ത് ദ കാൽക്കുലേഷൻസ് ഇൻവോൾവിങ് മാസ് ഓർ വോളിയം ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ്. ദ സ്റ്റോയിക്യോമെട്രി പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് എന്താണ്? അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിനകത്തുള്ള എന്താണ്, വോളിയം ഓഫ് റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും മാസ്, വോളിയം, ഈ കാര്യങ്ങളാണ് ഈ സ്റ്റോയിക്യോമെട്രി കാൽക്കുലേഷൻസ് ഡീൽ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് കെമിക്കൽ ഇക്വേഷൻ. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ല സ്റ്റോയിക്യോമെട്രിക്കുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തതാണ് കെമിക്കൽ ഇക്വേഷൻ. എന്താണ് കെമിക്കൽ ഇക്വേഷൻ? ഇറ്റ് ഇസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ബൈ സിംബൽസ് ആൻഡ് ഫോർമുല. അപ്പോൾ ഒരു ഫോർമുലയോ സിംബൽസോ ഉപയോഗിച്ച് ഒരു കെമിക്കൽ റിയാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് റിയാക്റ്റൻറ്റ് ആൻഡ് പ്രോഡക്റ്റ് ആർ, അതെവിടെയാണ് റിയാക്റ്റൻ്റ്, എവിടെയാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രോഡക്റ്റുമാണ്. അപ്പം സബ്സ്റ്റൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻ അതിനെ റിയാക്റ്റൻ്റ് എന്നും, സബ്സ്റ്റൻസ് വിച്ച് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് റിയാക്ഷൻ ഈസ് കോൾഡ് പ്രോഡക്റ്റ്. അപ്പം ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റ് കിട്ടുന്നത്, അതായത് റിസൾട്ട് എന്താണോ കിട്ടുന്നത് അത് പ്രോഡക്റ്റുമായിരിക്കും. ഇനി കെമിക്കൽ ഇക്വേഷൻ ഷുഡ് ബി ബാലൻസ്ഡ് ആൻഡ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്റ്റ് ആർ ഗിവൺ ഇൻ ബ്രാക്കറ്റ്. അതോടൊപ്പം തന്നെ ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, ഇപ്പോൾ സോളിഡ് ആണോ ലിക്വിഡ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ബ്രാക്കറ്റിൽ തരാറുണ്ട്.
പിന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടും കെമിക്കൽ ഇക്വേഷനിൽ നിന്ന്? ആൻ ഐഡിയ അബൌട്ട് ദ റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ് ആൻഡ് ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ്. അപ്പോൾ നമുക്കൊരു റിയാക്റ്റൻറ്റിനെയും പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഐഡിയ കിട്ടും, അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് കിട്ടും. പിന്നെന്ത് കിട്ടും? ഐഡിയ അബൌട്ട് ദ മാസ് ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ്. റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും മാസിനെ പറ്റിയുള്ള ഐഡിയ കിട്ടും. ഐഡിയ അബൌട്ട് ദ നമ്പർ ഓഫ് മോൾസ് ആൻഡ് മോളിക്യൂൾസ് ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ്. അതായത് പ്രോഡക്റ്റിൻ്റെയും റിയാക്റ്റൻറ്റിൻ്റെയും പിന്നെ മോളിക്യൂൾസിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ പറ്റിയുള്ള ഐഡിയ കിട്ടും. പിന്നെ എന്താണ്? വോളിയം ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ് അറ്റ് STP. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും വോളിയത്തെ പറ്റിയുള്ള ഐഡിയാസ് നമുക്ക് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ, നമുക്ക് ഐഡിയാസ് ഫിസിക്കൽ സ്റ്റേറ്റ്, റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിനെ പറ്റിയുള്ള ഐഡിയ കിട്ടും. പിന്നെ എന്താണ്? ആ റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും മാസിനെ പറ്റിയുള്ള ഐഡിയ കിട്ടും. അതിൻ്റെ പ്രോഡക്റ്റിൻ്റെയും റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും എന്താണ് നമ്പർ ഓഫ് മോൾസും മോളിക്യൂൾസ് അതിൻ്റെ ഐഡിയ കിട്ടും. പിന്നെ എന്താണ്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും വോളിയത്തെ പറ്റിയുള്ള ഐഡിയാസ് കിട്ടും. ഈ 4 ഐഡിയ ആണ് നമുക്ക് കെമിക്കൽ ഇക്വേഷൻ വഴി നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. The reagent which limit a reaction or reagent which is completely consumed a chemical reaction is called limiting reagent or limiting reactant. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ലിമിറ്റ് എ റിയാക്ഷൻ? ഒരു റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനെ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഓർ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്ന് പറയും. ഉദാഹരണം 2SO2 + O2 gives 2SO3. ഇവിടെ 2 മോൾ ഓഫ് SO2 എന്ത് ചെയ്യുന്നു? 1 മോൾ ഓഫ് O2മായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് 2 മോൾ ഓഫ് SA3 കിട്ടുന്നു. ഇവിടെ നമ്മൾ 10 മോൾ ഓഫ് SO2ഉം O2ഉം എടുക്കുന്നു. 10 മോൾസ്. നമുക്ക് വി ഗെറ്റ് ഓൺലി 10 മോൾസ് ഓഫ് SO3. 10 മോൾ SO2ഉം എന്താണ് 10 മോള് പിന്നെ ഓക്സിജനും എടുത്താൽ നമുക്ക് കിട്ടുന്നത് 10 മോള് SO3 ആണ് ലഭിക്കുന്നത്. ഇവിടെ 10 മോൾ ഓഫ് SO2 ടു ഫോം എന്താണ്? കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം 10 മോൾ ഓഫ് SO3യും എന്താണ് SO2ഉം 10 മോൾ ഓഫ് O2 ആണ്. നമുക്ക് കിട്ടുന്നത് 10 മോൾ ഓഫ് SO3 ആണ്. അത് കിട്ടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ 10 മോൾസ് ഓഫ് SO2 റിക്വയർ 5 മോൾസ് ഓഫ് O2 ഫോർ ദ കംപ്ലീറ്റ് റിയാക്ഷൻ. ഇവിടെ റിയാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 10 മോൾ SO2ഉം 5 മോൾസ് ഓഫ് O2ഉം കൂടെ റിയാക്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് 5 മോൾ എന്താണ്? O2 റിമൈനിങ് ആണ്. മനസ്സിലായോ? അതായത് ഒന്ന് പറയാം, 10 മോൾ ഓഫ് SO2, 10 മോൾ SO2 എടുക്കുന്നു, അതുപോലെ തന്നെ O2ഉം എടുക്കുന്നു. ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് 10 മോൾ ഓഫ് SO3 ആണ് കിട്ടുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ 10 മോൾ SO2ന് നമുക്ക് 10 മോൾ O2ൻ്റെ ആവശ്യം വരുന്നില്ല. 10 മോൾ SO2 5 മോൾ O2ഉം കൂടെ ചേർന്നിട്ട് എന്തെടുക്കുന്നു? പിന്നെ 10 മോൾ SO3 കിട്ടുന്നു. അപ്പം നമുക്ക് അവിടെ SO2 എന്ന് പറയുന്നത് അവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് ആണ്. കാരണം അവിടെ 5 മോൾസ് ഓഫ് O2 എന്താണ്? പ്രവർത്തിച്ചില്ല. ആ 10 മോൾ SO2വിനകത്ത് 5 മോൾ മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. അപ്പം അവിടെ 5 മോൾ റിമൈനിങ് ആണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എടുത്ത SO2 എന്തായി ആക്ട് ചെയ്തു? ലിമിറ്റിംഗ് റിയേജൻ്റ് ആയിട്ട് ആക്ട് ചെയ്തു. അപ്പം അതെന്താണ്? അവിടെ റിയാക്ട് ചെയ്യാതിരുന്നു. അവിടെ തന്നെ ലിമിറ്റ് ചെയ്തത് ആരാണ്? SO2 ആണ്. അപ്പോൾ 10 മോൾ SO2ഉം O2ഉം എടുത്തു, എന്നിട്ട് നമുക്ക് 10 മോൾ SO3 കിട്ടി. അതിനകത്ത് 10 മോൾ SO2ന് 5 മോൾ O2ൻ്റെ ആവശ്യമേ വന്നുള്ളൂ. 5 മോളെ പ്രവർത്തിച്ചുള്ളൂ. ബാക്കി 5 എന്തെഴുതു? റിമൈനിങ് ആയിട്ട് നിന്നു. ആ റിമൈനിങ് ആയിട്ട് അതായത് പങ്കെടുക്കാൻ നിന്നതിന് കാരണം ഈ SO2 ആണ്. ആ SO2 അവിടെ എന്ത് ചെയ്തു? മറ്റേന്ന് ലിമിറ്റ് ചെയ്തു. അപ്പോൾ ആ SO2 അവിടെ എന്തായി? ലിമിറ്റിംഗ് റിയേജൻ്റ് ആയിട്ട് ആക്ട് ചെയ്തു. മനസ്സിലായോ? അതാണ് ലിമിറ്റിംഗ് റിയേജൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഒരു റിയാക്ഷനെ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്ത് ആ റിയാക്ഷനെ ലിമിറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻ. സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സേഴ്സ് കണ്ടെയ്ൻ 2 or more കമ്പോണൻറ്റ്. ഇപ്പോൾ ഒരു ഹോമോജീനിയസ് മിക്സർ ആണെങ്കിൽ അതിനകത്ത് 1, 2 അതിൽ കൂടുതൽ കമ്പോണൻറ്റ് കാണും. ദ കമ്പോണൻറ്റ് വിച്ച് ഇസ് പ്രസൻറ്റ് ലാർജർ ക്വാണ്ടിറ്റി സോൾവെൻറ്റ്. ഇപ്പോൾ എത്ര ക്വാണ്ടിറ്റി, അതായത് ലാർജർ ക്വാണ്ടിറ്റിയിലുള്ളതാണ് സോൾവെൻറ്റ്, ആൻഡ് അതർ കമ്പോണൻറ്റ് സൊല്യൂട്ട് എന്ന് പറയും.
ഇപ്പോൾ സബ്സ്റ്റൻസ് ഡിസോൾവ്ഡ് ഈസ് കോൾഡ് സൊല്യൂട്ട്. ഏത് സബ്സ്റ്റൻസ് ആണോ ഡിസോൾവ് ചെയ്യുന്നത് അത് സൊല്യൂട്ടാണ്. ഏതിലാണോ ഡിസോൾവ് ചെയ്യുന്നത് അതാണ് സോൾവെൻ്റ് എന്ന് പറയുന്നത്. അപ്പം സബ്സ്റ്റൻസ് ഇൻ വിച്ച് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഈസ് കോൾഡ് സോൾവെൻറ്റ്. അപ്പം സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യിക്കുന്ന സബ്സ്റ്റൻസിനെ എന്ത് പറയും? സോൾവെൻ്റ് എന്ന് പറയും. ഉദാഹരണം പറഞ്ഞാൽ എന്താണ്? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, അതായത് ഉപ്പുവെള്ളം. അവിടെ സോഡിയം എന്ന് പറയും, സോഡിയം ക്ലോറൈഡ് എന്താണ്? സൊല്യൂട്ടാണ്. അതാണ് വെള്ളത്തിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം എന്താണ്? സോൾവെൻ്റ് ആണ്. അതാണ് ലാർജർ ക്വാണ്ടിറ്റി ഉള്ളത് അല്ലേ. അപ്പം എന്ത് സബ്സ്റ്റൻസ് ആണോ ആഡ് ചെയ്യുന്നത് സൊല്യൂട്ടും, ഏതിലാണോ ആഡ് ചെയ്യുന്നത് ആ സബ്സ്റ്റൻസ് സോൾവെൻറ്റുമാണ്. അല്ലെങ്കിൽ ലാർജർ ക്വാണ്ടിറ്റി ഏതാണോ അതാണ് സോൾവെൻ്റ് എന്ന് പറയുന്നത്. ഈ സൊല്യൂഷൻ കണ്ടെയ്ൻ 2 കമ്പോണൻസ്. അപ്പോൾ 2 കമ്പോണൻസ് ഉള്ള സൊല്യൂഷനെ നമ്മൾ ബൈനറി സൊല്യൂഷൻ എന്ന് പറയും. ഇഫ് സോൾവെൻറ്റ് ഈസ് വാട്ടർ, ഇപ്പോൾ വാട്ടർ ആണ് സോൾവെൻ്റ് എങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് എന്താണ് സൊല്യൂഷനെ? അക്വസ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസ് റിലേറ്റഡ് ടു എ സൊല്യൂഷൻ ഈസ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ. അപ്പം സൊല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ആണ്. എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ എ ഗിവൺ വോളിയം ഓഫ് സൊല്യൂഷൻ. അപ്പം എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഒരു തന്നിരിക്കുന്ന വോളിയത്തിൽ ആ സൊല്യൂഷൻ അത് എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആഡ് ചെയ്തു അതാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇനി കോൺസെൻട്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസ് ഉണ്ട്. ഒന്നാമതാണ് മാസ് പെർസെൻറ്റ്. അതെന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് പാർട്സ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 100 പാർട്സ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. അതായത് 100 ഗ്രാം അല്ലെങ്കിൽ എത്ര പാർട്ട് സൊല്യൂഷൻ 100 ഗ്രാം ഓഫ് മാസ് ഓഫ് സൊല്യൂഷനകത്ത്, അതായത് ഒരു സൊല്യൂഷൻ്റെ മാസിൻ്റെ 100 ഭാഗത്തിൽ എത്ര നമ്പർ ഓഫ് പാർട്സ് സൊല്യൂട്ട് ഉണ്ടോ അതാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഒരു സൊല്യൂഷൻ്റെ മാസിനകത്ത് 100 പാർട്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര നമ്പർ ഓഫ് പാർട്സ് സൊല്യൂട്ട് ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 100 ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. അപ്പം 100 പാർട്സ് ആക്കിയതിനകത്ത് എത്ര പാർട്സ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് അതാണ് എന്ത്? മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാസ് ഓഫ് സൊല്യൂഷനിൽ നിന്ന് എത്ര മാസ് ഉണ്ട് സൊല്യൂട്ട്, അതാണ് മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100, അതാണ് മാസ് പെർസെൻറ്റേജ്. ഇനി അടുത്തതാണ് മോൾ ഫ്രാക്ഷൻ. എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പർട്ടിക്കുലർ കമ്പോണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ. അതായത് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസിനകത്ത് ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് ഓഫ് മോൾസിൻ്റെ നമ്പറിൻ്റെ റേഷ്യോ ആണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആ സൊല്യൂഷനിൽ എത്ര ഉണ്ടോ അതിനകത്ത് ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്ര ഉണ്ടോ അതാണ് അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പോണൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്. ആ കമ്പോണൻറ്റിനകത്ത് എത്ര മോൾസ് ഉണ്ടോ അതിൻ്റെ ടോട്ടൽ നമ്പർ എടുക്കുക. അതിനകത്ത് അതിൻ്റെ ഏത് നമ്പറിൻ്റെയാണോ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ നമ്പറിനെ ആ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ കിട്ടും. ഉദാഹരണം ചെയ്യാം. ഇപ്പോൾ ഒരു ബൈനറി സൊല്യൂഷനകത്ത് എ ആൻഡ് ബി എന്ന് പറയുന്നത് കമ്പോണൻ്റ് ആണ്. അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് NA ആൻഡ് NB ആണ്. അപ്പം എയുടെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് മോൾസ് NA ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് NAയുടെ NBയുടെ കൂട്ടുക. അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എയുടെ മോൾ ഫ്രാക്ഷൻ കിട്ടും. പിടികിട്ടിയോ? ഇനി ബിയുടെ കാണാൻ പറഞ്ഞാലോ? ബിയുടെ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ആ രണ്ട് ബിയുടെയും എയുടെയും കൂടെ നമ്പർ ഓഫ് മോൾസ് ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? XA + XB എന്ന് പറയുന്നത് രണ്ടിൻ്റെയും കൂടെ മോൾ ഫ്രാക്ഷൻ്റെ തുക എന്ന് പറയുന്നത് ഒന്നായിട്ട് കിട്ടും. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഓൾ കമ്പോണൻറ്റ് ഇൻ എ സൊല്യൂഷൻ ഈസ് ആൾവേസ് ഈക്വൽ. അതായത് ഒരു സൊല്യൂഷൻ്റെ മോൾ ഫ്രാക്ഷൻ്റെ എല്ലാ കമ്പോണൻറ്റിൻ്റെയും മോൾ ഫ്രാക്ഷൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1ന് ഈക്വൽ ആയിരിക്കും. പിടികിട്ടിയ മോൾ ഫ്രാക്ഷൻ? അതായത് ഇപ്പോൾ ഒരു സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസിനെ അതിനകത്ത് എത്ര പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയുണ്ടോ അവ തമ്മിലുള്ള റേഷ്യോ ആണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണൻറ്റ്. ഏത് നമ്പറിൻ്റെതാണോ കണ്ടുപിടിക്കേണ്ടത് മോൾ ഫ്രാക്ഷൻ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് എഴുതുക. എന്നിട്ട് 2 കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ ആ കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസിൻ്റെ തുകയെ ഡിവൈഡ് ചെയ്യുക. പിടികിട്ടിയല്ലോ? അടുത്തതാണ് മൊളാരിറ്റി. എന്താണ് മൊളാരിറ്റി?
Molarity is defined as the number of moles of solute dissolved per liter of solution. ആ ലിറ്റർ ശ്രദ്ധിച്ചോണം, ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പം ലിറ്റർ ഓഫ് സൊല്യൂഷനകത്ത് ഡിസോൾവ്ഡ് ആയിട്ടുള്ള സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊളാരിറ്റി. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ക്യാപിറ്റൽ ലെറ്ററാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഓർക്കണം, ഒരു കാര്യം മാത്രം ഓർക്കുക, റിറ്റി ഇൻ ലിറ്റർ. എന്താണ് റിറ്റി ഇൻ ലിറ്റർ എന്നൊരു ചെറിയ ഇത് ഓർത്തിരിക്കുക. അതായത് റിറ്റി ഇൻ ലിറ്റർ, അതായത് മൊളാരിറ്റി എന്ന് കേൾക്കുമ്പോൾ ലിറ്റർ ഓഫ് സൊല്യൂഷനകത്തുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ് എന്ന് ഓർത്തിരിക്കണം. അതാണ് റിറ്റി ഇൻ ലിറ്റർ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം റിറ്റി ഇൻ ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലിറ്റർ ഓഫ് സൊല്യൂഷനകത്ത് ഡിസോൾവ്ഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അങ്ങനെ ഓർക്കുക. അതാണ് റിറ്റി ഇൻ ലിറ്റർ. അപ്പോൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇക്വേഷൻ എഴുതുമ്പോഴും റിറ്റി ഇൻ ലിറ്റർ, അപ്പോൾ ഡിനോമിനേറ്റർ ലിറ്റർ ആണ്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് N ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ V. ഇപ്പോൾ ഉദാഹരണം 1 മോൾ NaOH സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ലിറ്റർ സൊല്യൂഷൻ NaOHൻ്റെ സൊല്യൂഷനകത്ത് 1 മോൾ NaOH ഉണ്ട്. അതാണ് 1 മോൾ NaOH എന്ന് പറഞ്ഞാൽ. അതായത് 1 മോൾ NaOH പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനകത്ത് 1 മോൾ NaOH ഉണ്ട്. അതാണ് 1 മോളാർ NaOH എന്ന് പറഞ്ഞാൽ. അപ്പോൾ മൊളാരിറ്റി മനസ്സിലായി. ഇനി മൊളാലിറ്റി, അപ്പം ലിറ്റി ഇൻ ലിറ്റർ ആണ്. അപ്പം ലിറ്റി എന്തിലായിരിക്കും, ഇനി അത് കിലോഗ്രാമിലായിരിക്കും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. അതായത് കിലോഗ്രാം സോൾവെൻറ്റിനകത്ത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അതാണ് മൊളാലിറ്റി. അപ്പോൾ ലിറ്റി ഇൻ ലിറ്റർ അങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ മൊളാലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. അതായത് കിലോഗ്രാമിനകത്തുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ്. എമംഗ് ദ എബോ കോൺസെൻട്രേഷൻ ടേം മൊളാരിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഈ മൊളാരിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, അത് സൊല്യൂഷനാണ്. അപ്പം ആ വോളിയവും എല്ലാം ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷേ വി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ഓൾ അതേഴ്സ് ആർ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റ്. പക്ഷേ മറ്റുള്ളതെല്ലാം എന്താണ്, ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം മൊളാരിറ്റി എങ്ങനെ, ഒരു കാര്യം ഓർത്തിരിക്കുക, റിറ്റി ഇൻ ലിറ്റർ, റിറ്റി ഇൻ ലിറ്റർ, ലിറ്റി ഇൻ ലിറ്റർ അല്ല, റിറ്റി ഇൻ ലിറ്റർ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എന്താണ് ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സസൈസുമായിട്ടാണ് വരുന്നത്. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക, എന്നാലേ അടുത്ത വീഡിയോസ് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നെ വീഡിയോസ് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നന്ദി.